Good morning all and welcome back to SAPC English. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻ ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറയുന്ന 10th സ്റ്റേറ്റിലെ യൂണിറ്റ് 1 ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പാർട്ടിൽ മെയിനായിട്ട് നമ്മളുടെ ഓൾഡ് മാനിൻ്റെ ക്യാരക്ടർ സ്കെച്ച് അല്ലെങ്കിൽ അവരുടെ രൂപസാദൃശ്യങ്ങൾ എങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാർട്ട് 2 ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഓൾഡ് മാനെ കണ്ടിട്ട് ഫ്രൈറ്റൻഡ് ആയിട്ടുള്ള പെലെയോ ഓടി ചെന്ന് എലിസൻറ്റോട് കാര്യം പറയുന്ന ഭാഗത്താണ് നമ്മൾ നിർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് എന്താണ്ടാവുന്നത്? ഹീ ടുക്ക് ഹർ ടു ദ റിയർ ഓഫ് കോർട്ട്യാർഡ്. ബോത്ത് ലുക്ക് അറ്റ് ദ ഫോളൻ ബോഡി. എന്താണ്? എന്നിട്ട് ഈ പെലെയോ എലിസൻറ്റേനെ കൂട്ടിയിട്ട് വീടിൻ്റെ പിൻവശത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആ വീണ് കിടക്കുന്ന ഓൾഡ് മാനെ രണ്ടുപേരും കൂടി നോക്കി നിൽക്കുകയാണ്. ദ മാൻ വാസ് ഡ്രസ്ഡ് ലൈക്ക് എ റാറ്റ് പിക്കർ. ഇനി ഇവിടുന്ന് ഫുള്ള് നമ്മുടെ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് മീൻസ് രൂപസാദൃശ്യങ്ങളെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ ഓൾഡ് മാൻ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്? ഒരു റാറ്റ് പിക്കറിനെ പോലെ. റാറ്റ് പിക്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡ് ക്ലോത്ത്സ് പ്ലാസ്റ്റിക്സ് ഒക്കെ എടുത്ത് വിൽക്കുന്ന ആളെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? റാറ്റ് പിക്കർ എന്ന് പറയുക. സോ അതുപോലെയാണ് ആൾ എന്ത് ചെയ്തിരിക്കുന്നത്? ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. ദർ വർ ഓൺലി എ ഫ്യൂ ഫേഡഡ് ഹെയർസ് ലെഫ്റ്റ് ഓൺ ഹിസ് ബാൾഡ് സ്കൾ ആൻഡ് വെരി ഫ്യൂ ടീത്ത് ഇൻ ഹിസ് മൗത്ത്. ആളുടെ തലയിൽ എന്താണ്? അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് മുടികൾ മാത്രമാണ് ഉള്ളൂ. ആൾക്ക് ഇങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തലകൂട്ടി ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെയാണ് ആളുടെ തല ഉള്ളത്. വായലാണെങ്കിലോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പല്ലുകൾ മാത്രമാണ് ഉള്ളൂ. ഹിസ് പിറ്റിഫുൾ കണ്ടീഷൻ സീം ദാറ്റ് ഓഫ് ഡ്രഞ്ച്ഡ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ. ആളുടെ ഈ ദയനീയമായിട്ടുള്ള അവസ്ഥ കാണുമ്പോൾ എങ്ങനെയാണ് തോന്നുന്നത്? നനഞ്ഞൊട്ടിയിട്ടുള്ള ഒരു മുതുമുത്തച്ഛനെ പോലെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാണുമ്പോൾ തോന്നുന്നത് എന്ന് പറയുകയാണ് നമ്മുടെ പെലെയോയും എലിസൻ്റെയും. This took away any sense of grandeur he might have had. ചിലപ്പോൾ ഒരു സമയത്ത് ആൾ നല്ല ഇമ്പ്രസീവ് ആയിട്ടുള്ള ഒരാളാവാം, പക്ഷേ ഇപ്പം എന്താണ്? അങ്ങനത്തെ ഒരു സാദൃശ്യം ആളുകളെ കാണുമ്പോൾ നമുക്ക് തോന്നില്ല. അത്രയും മോശമായിരുന്ന കണ്ടീഷനായിരുന്നു. ഈ ഡ്രഞ്ച്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വരുന്നത് വെറ്റ് അല്ലെങ്കിൽ നനഞ്ഞ അങ്ങനെയൊക്കെയാണ് മീനിങ് വരുന്നത്. അതുപോലെ ഗ്രാൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇംപ്രസീവ് അതൊക്കെയാണ് കേട്ടോ മീനിങ് വരുന്നത്. സോ ഇവിടെ എന്താ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ടൈമിൽ നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എങ്ങനെയാവും? നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, പക്ഷേ ഇപ്പം എന്താണ്? ഇപ്പം അങ്ങനെ ആളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറയാണ്. They looked at him so long and so closely that Peleo and Elisenda very soon overcome their surprise. അവർ കുറേ നേരം നമ്മുടെ ഈ ഓൾഡ് മാനെ നോക്കി നിന്നതിന് ശേഷം അവരുടെ സർപ്രൈസിൽ നിന്ന് ഓവർകം ചെയ്യാണ്. അവർ ബാക്ക് ടു നോർമൽ ആവുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവസാനം അവർ എന്ത് ചെയ്യാണ്? ഇൻ ദ എൻഡ് ഓഫ് ദേ ഫൗണ്ട് ഹിം ഫെമിലിയർ. അവസാനം എന്താണ്? അവർക്ക് എവിടെയോ നല്ല കണ്ട് പരിചയമുണ്ടല്ലോ എന്ന് തോന്നുകയാണ്. Then they dared to speak to him. He answered in an incomprehensible dialect with a strong sailor's voice. അവസാനം അവർ ധൈര്യം സംഹരിച്ച് എന്തെങ്കിലുമൊക്കെ ആവട്ടെ എന്ന് വെച്ചിട്ട് അവർ എന്ത് ചെയ്യാണ്? സംസാരിക്കാമെന്ന് തീരുമാനിക്കുകയാണ്. സംസാരിച്ചപ്പോൾ എന്തവർക്ക് മനസ്സിലായി? ആള് കൊടുത്ത മറുപടിയിൽ ഒരു സെയിലറാണെന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ്? ഇൻകോംപ്രിഹെൻസിബിൾ ഡയലക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവാത്ത രീതിയിലുള്ള ഒരു ഭാഷയായിരുന്നു ആൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സെയിലേഴ്സ് വോയിസിൽ. സെയിലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കപ്പലിലൊക്കെ ജോലി ചെയ്യുന്നവരെ തന്നെയാണ് കേട്ടോ നമ്മൾ സെയിലേഴ്സ് എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരാളായിട്ടാണ് എന്ത് തോന്നിയത്? അവർക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മളുടെ ഓൾഡ് മാൻ്റെ ക്യാരക്ടർ സ്കെച്ച് എങ്ങനെയൊക്കെയാണ് ആളുടെ രൂപസാദൃശ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യാണ്? ഇവർ മനസ്സിലാക്കുകയാണ് ഇതൊരു സെയിലറാണ്, ഒരു കപ്പലിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണെന്നൊക്കെ മനസ്സിലാക്കുകയാണ് ആളുടെ സംസാര രീതിയൊക്കെ കണ്ടിട്ട്. എന്നിട്ട് എന്താണ് പറയുന്നത്? അവർ കൺക്ലൂഡ് ചെയ്യുകയാണ്. എങ്ങനെ? ദേ കൺക്ലൂഡഡ് ദാറ്റ് ഹി വാസ് ലോൺലി കാസ്റ്റ് അവേ ഫ്രം സം ഫോറിൻ ഷിപ്പ് റിക്കഡ് ബൈ ദ സ്റ്റോം. അപ്പോൾ അവരെന്താണ് പറയുന്നത്? ഏതോ ഒരു വലിയ സ്റ്റോമിൽ ഒരു കപ്പലിൽ നിന്ന് വീണ് പോയിട്ട് ഒറ്റപ്പെട്ടിട്ടുള്ള ഒരാളാണ് ഇതെന്നാണ് തോന്നുന്നത് എന്ന് പറയുകയാണ് അവർ. ദെൻ ദേ കോൾഡ് ഇൻ എ നെയ്ബർ വുമൺ ടു സീ ഹിം. നമ്മൾ നോർമലി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ഒരു അത്ഭുതമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തുള്ളവരെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുക്കില്ലേ? അതേപോലെ ഇവരും എന്ത് ചെയ്തു? ഇവരും പോയിട്ട് എന്ത് ചെയ്തു? ഇവരുടെ നെയ്ബർ വുമണിനെ, തൊട്ടപ്പുറത്തുള്ള ഒരു വുമണിനെ വിളിച്ചിട്ട് കാണിക്കുകയാണ്. ഓൾ ഷീ നീഡഡ് വാസ് വൺ ലുക്ക് ടു ഷോ ദം ദെയർ മിസ്റ്റേക്ക്. ആ സ്ത്രീക്ക് എന്ത് വേണ്ടി വന്നുള്ളൂ? ഒറ്റ നോട്ടാണ് വേണ്ടി വന്നുള്ളൂ. അവരൊക്കെ കൺക്ലൂഡ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായതൊക്കെ മിസ്റ്റേക്ക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താണ്? ആ സ്ത്രീക്ക് ഒറ്റ നോട്ടാണ് വേണ്ടി വന്നുള്ളൂ. ഹി ഈസ് ആൻ ഏഞ്ചൽ. നിങ്ങൾ പറഞ്ഞ പോലെ ഒരു സെയിലർ, കപ്പലിൽ ജോലി ചെയ്യുന്നവരൊന്നും അല്ല അതെന്താണ്? ഈ ഓൾഡ് മാൻ എന്താണ്? ഒരു ഏഞ്ചലാണ് എന്നാണ് നമ്മളുടെ ആര് പറയണത്? നെയ്ബർ വുമൺ പറയുന്നത്. He must have been coming from the child, but the poor fellow is so old that the rain knocked him down. അപ്പോൾ എന്താ പറയുന്നത്? ഇവർ ശരിക്കും വന്നിരിക്കുന്നത് നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുട്ടി കുറേ ദിവസമായില്ലേ ഇവിടെ വയ്യാണ്ടിരിക്കണു. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇവർ ശരിക്കും വന്നത്, ഈ ഏഞ്ചൽ വന്നത്. പക്ഷെ ആൾക്ക് നല്ല പ്രായമായതുകൊണ്ട് ഈ ഹെവി ആയിട്ടുള്ള മഴയിലൊക്കെ താഴത്ത് വീണു പോയതാണ് എന്നാണ് ആര് പറയുന്നത്? നമ്മളുടെ നെയ്ബർ വുമൺ പറയുന്നത്.
On the following day, everyone knew that a flesh and blood angel was held captive in Peleo's house. അപ്പോൾ എന്താണ് അങ്ങനെ ആ നാട്ടിൽ മുഴുവൻ അറിയാണ് എന്ത് പെലെയോൻ്റെ ഹൗസിൽ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഉള്ള ഏഞ്ചൽ ഉണ്ട്. ഫ്ലഷ് ആൻഡ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ശരിക്കുള്ള മീനിങ് എന്താ വെച്ചാൽ മജ്ജയും മാംസവും ഉള്ള എന്നാണ്. പക്ഷേ ഇവിടെ മീനിങ് വരുന്നത് എന്താ വെച്ചാൽ ഹ്യൂമൻ നേച്ചറുള്ള ഏഞ്ചൽ, അത്രയേ ഉള്ളൂ കേട്ടോ. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഹ്യൂമൻ നേച്ചറുള്ള ഏഞ്ചൽ എവിടെ ഉണ്ട്? നമ്മുടെ പെലെയോൻ്റെ ഹൗസിലുണ്ട് എന്ന് എല്ലാവരും അറിയാണ്. ഹെൽഡ് ക്യാപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിസണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിമയാക്കുക അങ്ങനെയൊക്കെ പറയില്ലേ. അങ്ങനെ ആക്കിയിട്ടുള്ളൊരു ഏഞ്ചൽ ആരുടെ ഹൗസിലുണ്ട്? നമ്മുടെ പെലെയോൻ്റെ ഹൗസിലുണ്ട് എന്നുള്ളത് ആ ന്യൂസ് എല്ലായിടത്തും സ്പ്രെഡായി. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കണം എന്താ, നമുക്കൊരു ന്യൂസ് റിപ്പോർട്ടർ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പോർഷനാണ് കേട്ടോ ഇത്. പിന്നെ എന്താണ് പറയുന്നത്? Peleo watched over him all afternoon from the kitchen, armed with his bailiff club. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. എന്താണ് പറയുന്നത്? അങ്ങനെ പെലെയോ ഒരു ഉച്ച മുതൽ എന്ത് ചെയ്യാണ്? അടുക്കളയിൽ ഇരുന്നിട്ട് ഈ ഏഞ്ചലിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതെന്തെങ്കിലും ഉപദ്രവം ഉണ്ടാക്കുന്നുണ്ടോ, ഇത് എങ്ങനെയും നീച്ച് പോകാൻ ട്രൈ ചെയ്യണ്ടോ എന്നൊക്കെ ഇങ്ങനെ തന്നെ അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ഇയാൾ ഈ ഓൾഡ് മാനെ എന്ത് ചെയ്യാണ്? വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ? ആംഡ് വിത്ത് bailiff's club. സോ എന്താണ് ബെയിലിഫ്സ് ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ക്ലബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിക്ക് എന്നാണ് കേട്ടോ അർത്ഥം. ബെയിലിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻചാർജ്, പ്രിസണറിൻ്റെ ഇൻചാർജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് അർത്ഥം വരുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മളുടെ പെലെയോൻ്റെ ജോലി എന്തായിരുന്നു? ആളൊരു ബെയിലിഫായിരുന്നു, ആളൊരു പ്രിസണർ ഇൻചാർജ് ആയിരുന്നു. ഈ ലാത്തി എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു ലാത്തി പോലൊരു സംഭവം പിടിച്ചിട്ട് നമ്മുടെ പെലെയോ എന്ത് ചെയ്യാണ്? ഈ ഓൾഡ് മാനെ നോട്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോൾ? ഉച്ച മുതൽ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ. ഇനി എന്താ ഉണ്ടാവണേ നമുക്ക് നോക്കി നോക്കാം. Before going to bed, he dragged him out of the mud and locked him up with the hens in the chicken coop. ആൾ ഉറങ്ങാൻ പോകുമ്പോൾ, രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ എന്ത് ചെയ്തു? ഈ പറയുന്ന നമ്മളുടെ ഓൾഡ് മാനെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഏഞ്ചലിനെ വലിച്ചയച്ചോട്ട് എങ്ങോട്ട്, ഈ മണ്ണിലാണല്ലോ അവർ കിടക്കണത് അല്ലേ, അവിടുന്ന് വലിച്ചയച്ചിട്ട് എങ്ങോട്ട് കൊണ്ടുപോയി? അവിടെ ചിക്കൻ കൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കോഴിക്കൂട് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ലോക്ക് ചെയ്യാണ്. ആളെങ്ങോട്ടും പറന്നു പോകാതിരിക്കാൻ, അല്ലെങ്കിൽ ആൾ എവിടുന്ന് എങ്ങോട്ടും നീച്ചു പോകാണ്ടിരിക്കാൻ എന്ത് ചെയ്യാണ് നമ്മുടെ പെലെയോ? ആളെ ആ മടന്ന് വലിച്ചഴച്ചിട്ട് നമ്മളുടെ ചിക്കൻ കൂപ്പ് അല്ലെങ്കിൽ കോഴിക്കൂട്ടിൽ കൊണ്ടുപോയിട്ട് ഇടുകയാണെന്ന് പറയാണ്. A short time afterward, the child wake up without a fever and with a desire to eat. സോ എന്താണ് ഇവിടെ പറയുന്നത്? കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പെലെയോൻ്റെയും എലിസൻ്റെയും ബേബി എന്ത് ചെയ്യാണ്? വേക്കപ്പ് നീച്ചപ്പോൾ എന്താ, കുട്ടിക്ക് പനിയോ കാര്യങ്ങളൊന്നുമില്ല. ആ കുട്ടി ഭക്ഷണം ചോദിക്കുകയാണ്. അത്രയും കൊതിയോടെ എന്ത് വേണം? ഫുഡ് വേണമെന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ പെലെയോ എലിസൻ്റെ എന്ത് വിചാരിക്കുക? ഈ ഏഞ്ചൽ ബ്ലസ് ചെയ്തുകൊണ്ടാണ് എന്ത് കുട്ടിയുടെ പനിയും കാര്യങ്ങളും അല്ലെങ്കിൽ വയ്യായ മാറിയത് എന്ന് അവരെന്ത് ചെയ്യാണ്? വിചാരിക്കുകയാണ്. ചിലപ്പോൾ എന്താവും? കോയിൻസിഡൻസ് ആയിട്ടാവും, ചിലപ്പോൾ മെഡിസിനൊക്കെ എടുത്തതിൻ്റെ ഇതിലാവും എന്ത് കുട്ടിയുടെ അസുഖം മാറിയിട്ടുണ്ടാവുക. പക്ഷെ നമ്മുടെ പെലെയോ എലിസൻ്റെ എന്താ വിചാരിക്കണത്? ഈ ഏഞ്ചൽ ബ്ലസ് ചെയ്തുകൊണ്ടാണ് ബേബിയുടെ പനിയും കാര്യങ്ങളൊക്കെ മാറിയതെന്ന് വിചാരിക്കുകയാണ്. Then they felt magnanimous. They decided to put the angel on a raft with fresh water and a provision for 3 days and leave him to his fate on high seas. അപ്പോൾ എന്താണ് ഈ പെലെയോനും എലിസൻ്റെക്കും അപ്പോൾ ആ ഏഞ്ചലിനോട് എന്താണ് ഒരു അനുകമ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ പാവം ആളെ നമ്മൾ നല്ല രീതിക്കല്ലല്ലോ ട്രീറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ആളോടൊരു കടപ്പാടൊക്കെ തോന്നുകയാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്യാണ്? ഈ ഏഞ്ചലിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു കുഞ്ഞ് പങ്കായം അല്ലെങ്കിൽ കുഞ്ഞ് ബോട്ട് പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലിരുത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കടലിലേക്ക് പറഞ്ഞയക്കാം എന്ന് പറയാണ്. എന്താ ഇവിടെ പറയുന്നത്? ദേ ഡിസൈഡഡ് ടു പുട്ട് ദ ഏഞ്ചൽ ഓൺ എ റാഫ്റ്റ് വിത്ത് ഫ്രഷ് വാട്ടർ ആൻഡ് പ്രൊവിഷൻ. റാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞ് തോണി അല്ലെങ്കിൽ കപ്പൽ എന്നൊക്കെ പറയുന്നതിന്, കപ്പൽ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞ് തോണി. അതിലെന്ത് ചെയ്യാം? കുറച്ച് വെള്ളവും 3 ദിവസത്തേക്കുള്ള ഭക്ഷണവും വെച്ചിട്ട് എന്ത് ചെയ്യാം? നമുക്ക് പറഞ്ഞയക്കാം. ആൻഡ് ലീവ് ഹിം ടു ഹസ് ഫേറ്റ് ഓൺ ദ ഹൈ സീസ്. ഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുടെ ഡെസ്റ്റിനി, ആളുടെ വിധി പോലെ ആവട്ടെ, എന്തേലും ആവട്ടെ, നമുക്ക് എന്ത് ചെയ്യാം? കടലിലേക്ക് നമ്മളുടെ ഏഞ്ചലിനെ പറഞ്ഞയക്കാം എന്ന് ആര് ഡിസൈഡ് ചെയ്യാണ്? നമ്മുടെ പെലെയും എലിസൻ്റെയും ഡിസൈഡ് ചെയ്യാണ്. But when they went out into the courtyard at the first light of dawn, they found the whole neighborhood in front of the chicken coop having fun with the angel. അപ്പോൾ എന്താണ്? ഇന്നലെ രാത്രി അവർ ഡിസൈഡ് ചെയ്തിട്ടേ ഉള്ളൂ അല്ലേ, നമ്മളുടെ കുട്ടിയുടെ അസുഖം മാറിയത് ഈ ഏഞ്ചൽ ബ്ലസ് ചെയ്തുകൊണ്ടാണ്. നമുക്കപ്പോൾ എന്ത് ചെയ്യാം? ഏഞ്ചലിന് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് കടലിലേക്ക് തന്നെ തിരിച്ച് പറഞ്ഞയക്കാമെന്നൊക്കെ അവർ ഡിസൈഡ് ചെയ്തിട്ട് രാവിലെ നീച്ച് ഈ യാർഡ് അല്ലെങ്കിൽ എന്താ പറയുക ഡോൺ എന്നൊക്കെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എന്നാണ് കേട്ടോ മീനിങ് വരുന്നത്. ഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർണിംഗ് എന്നാണ് വരുന്നത്. അങ്ങനെ കോട്ടയാട് അല്ലെങ്കിൽ ഉമ്മർത്തേക്ക് വന്ന് നോക്കുമ്പോൾ ഇവരെന്താണ് കാണുന്നത്? അവരുടെ നെയ്ബർഹുഡ് ഫുള്ള് എവിടെ ഉണ്ട്? ഈ ചിക്കൻ കൂപ്പിൻ്റെ അടുത്തുണ്ട്. എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്?
ഹാവിങ് ഫൺ വിത്ത് ദ ഏഞ്ചൽ. ഹാവിങ് ഫൺ എന്ന് പറഞ്ഞാൽ ഏഞ്ചൽ ഒരു കോമഡി ക്യാരക്ടറിനെ പോലെ ഏഞ്ചലിനെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു റെസ്പെക്റ്റും ഇല്ലാണ്ട് നമ്മുടെ ഏഞ്ചലിനോട് എന്ത് ചെയ്യാണ്, നെയ്ബർഹുഡ് എല്ലാവരും ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ വിസിറ്റേഴ്സ് വർ ടോസിങ് ഹിം തിങ്സ് ടു ഈറ്റ് ത്രൂ ദ ഓപ്പണിങ്സ് ഇൻ ദ കൂപ്പ്. എന്താണ് ഈ കാണാൻ വന്നവരൊക്കെ ഒരു മനുഷ്യനോട് പെരുമാറുന്നത് പോലെ അല്ല പെരുമാറുന്നത്. എങ്ങനെയാണ് ഒരു മൃഗത്തിനോട് പെരുമാറുന്നത് പോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ കൂടിൻ്റെ ഇടയിൽ കൂടെ ഈ ഏഞ്ചലിൻ്റെ മേത്തേക്ക് എറിയാണ് അവർ ചെയ്യുന്നത് എന്ന് പറയുകയാണ്. പിന്നെ എന്താണ് ഉണ്ടാവുന്നത്, ഇറ്റ് വാസ് ഹി വോറിൻ എ സൂപ്പർനാച്ചുറൽ ക്രിയേച്ചർ ബട്ട് എ സർക്കസ് ആനിമൽ. ഇതൊക്കെ കാണുമ്പോൾ എന്താണ്, അതൊരു ഏഞ്ചലൊന്നും ആയിട്ടല്ല അവർ ട്രീറ്റ് ചെയ്യുന്നത്. എന്താ ഈ സർക്കസിലൊക്കെ ഉണ്ടാവുന്ന ആനിമലിനെ പോലെയാണ് ആര് ട്രീറ്റ് ചെയ്യുന്നത്, ഈ നെയ്ബേഴ്സൊക്കെ ട്രീറ്റ് ചെയ്യണത് എന്നാണ് നമ്മുടെ പെലെയോ പറയുന്നത്. ഒരു റെസ്പെക്റ്റും ആ ഏഞ്ചലിന് കൊടുക്കുന്നില്ല, എന്താണ് ഒരു സർക്കസ് ആനിമലിനെ പോലെയാണ് ട്രീറ്റ് ചെയ്യണത് എന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. എന്താണ് നമ്മളുടെ പെലെയോൻ്റെയും എലിസൻ്റെയും അതേപോലെ തന്നെ നമ്മളുടെ ഓൾഡ് മാൻ്റെയും ക്യാരക്ടർ സ്കെച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോർഷനാണത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, DM ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഇനി ഇതിൽ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അത് ജസ്റ്റ് ഡിസ്ക്രിപ്ഷൻസിൽ വാട്സപ്പിൻ്റെ ലിങ്ക് ഉണ്ടാവും, അത് ത്രൂ ജോയിൻ ചെയ്താൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഷോർട്ട് നോട്ടും വിത്ത് മീനിങ്ങും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.